ഒരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. ഈ അടുത്ത കാലത്ത് ഇന്ത്യയിൽ ഏറ്റവും വലിയ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണല്ലോ വഖഫ് ബില്ല്. അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ ബാക്കി വെച്ചേക്കും. ഈ വഖഫ് ബില്ല് ഇന്ത്യ രാജ്യത്തിലെ ഏത് പ്രശ്നത്തെയാണ് അഡ്രസ് ചെയ്യുന്നത്? ഇന്ത്യയിലെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവിനെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കുമോ വഖഫ് ബില്ല്? ഇന്ത്യയിൽ വർദ്ധിച്ചു വരുന്ന നിത്യോപയോഗ സാധനങ്ങളുടെ വിലയെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ വഖഫ് ബില്ല്? ലോകത്തിലെ ടെക്നോളജിയിൽ ചൈനയും അമേരിക്കയും ഒക്കെ ഏറ്റുമുട്ടി കോടാനുകോടിയുടെ സമ്പത്ത് സ്വരൂപിച്ചെടുക്കുന്ന ഈ സാമ്പത്തിക കളിയിൽ എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് ഉണ്ടാക്കാൻ കഴിയുമോ ഈ വഖഫ് ബില്ലിന്? പട്ടിണിയും ദാരിദ്ര്യവും കഷ്ടപ്പാടും കൊണ്ട് പ്രയാസപ്പെടുന്ന ഇന്ത്യക്കാരൻ്റെ ഒരു ബുദ്ധിമുട്ട് പരിഹരിക്കാൻ ഈ വഖഫ് ബില്ലിന് കഴിയുമോ? കഴിയില്ല. എന്നിട്ടും എന്താണ് വഖഫ് ബില്ല് ആഘോഷിക്കപ്പെടുന്നത്? പിന്നെ എന്തിനാണ് വഖഫ് ബില്ല് കൊണ്ടുവരുന്നത്? മുസ്ലിം സമുദായത്തിന് നിങ്ങൾ ആലോചിക്കേണ്ടത്, വഖഫ് ബില്ലിന് ചർച്ച നടക്കുമ്പോൾ വലിയ വന്ന ഒരു വാർത്ത എന്താണ്? ഈ കഴിഞ്ഞ പെരുന്നാളിന് റമളാനിന് സമ്പളിലെ പള്ളിയിൽ പുറത്തുനിന്ന് നമസ്കരിക്കാനുള്ള പെർമിഷൻ റദ്ദു ചെയ്തു. ഭയങ്കര വാർത്തയാണ്. ഇന്ത്യയിലും ഹിന്ദു സഹോദരന്മാർക്ക് അതുകൊണ്ട് എന്താ കാര്യം? ഇന്ത്യയിലെ പട്ടിണി കിടക്കുന്നവർക്ക് അതുകൊണ്ട് എന്താ കാര്യം? ഒരു ഉപകാരവുമില്ലാത്ത മനുഷ്യന്റെ വികാരത്തെ ത്രസിപ്പിക്കുക, ഇളക്കി വിടുക, എന്നിട്ട് അതിന്റെ റിസൾട്ട് ആർക്കും കിട്ടില്ല. പക്ഷേ ആ വൈകാരികതയുടെ മറവിൽ ഈ വലതുപക്ഷം രാജ്യം ഭരിക്കുക. ഇത് മാത്രമാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. ഇന്ത്യയിൽ ഒരു പ്രയാസം വന്നാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള സമുദായം ഏതാണ്? 80% നമ്മുടെ ഹിന്ദു സഹോദരന്മാരാണ് ഈ രാജ്യത്തുള്ളത്. നരേന്ദ്രമോദി 10 കൊല്ലമായില്ലേ ഭരിക്കാൻ തുടങ്ങിയിട്ട്? പറയട്ടെ, ഈ പറയുന്ന കാലയളവിൽ ഈ നാട്ടിലെ ഡീസലിന്റെ വില വർധനവുണ്ടായി, പെട്രോളിന്റെ വില വർധനവുണ്ടായി, ഗ്യാസിന്റെ വില വർധനവുണ്ടായി, അരിയുടെ വില വർധനവുണ്ടായി, നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവുണ്ടായി. നമ്മുടെ മക്കൾക്ക് പഠിക്കാവുന്ന നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ക്രെഡിബിലിറ്റി തകർന്നു, ലോക റേറ്റിംഗിൽ പൊളിഞ്ഞു, എല്ലാം ഉണ്ടായി. ആരാ അനുഭവിക്കുന്നത്? ഒരു BJP-കാരൻ, ഒരു സംഘപരിവാരകാരൻ പറ, ആരാ ഇതിന്റെ ദുരന്തം അനുഭവിക്കുന്നത്? 80% വരുന്ന ഹിന്ദു സഹോദരന്മാർ. അത് കഴിഞ്ഞിട്ടല്ലേ മുസ്ലിം ഉള്ളൂ? അത് കഴിഞ്ഞിട്ടല്ലേ ക്രിസ്ത്യാനി ഉള്ളൂ? അത് കഴിഞ്ഞിട്ടല്ലേ ബുദ്ധനും സിഖുകാരനും ഒക്കെ ഉള്ളൂ? നിങ്ങൾ എന്തിനാ ഈ രാജ്യം ഭരിക്കുന്നത്? ഹിന്ദു സമൂഹത്തിന്റെ വികാരത്തെയാണ് പ്രതിനിധാനം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് അവരുടെ വോട്ട് വാങ്ങാൻ ശ്രമിക്കുക. അവരുടെ വികാരത്തെ ഇളക്കി വിടാൻ വേണ്ടി ഇതാ കണ്ടോ, മുസ്ലിങ്ങളെ ശരിയാക്കി കളഞ്ഞിരുന്നു വഖഫ് ബില്ല് കൊണ്ടുവന്ന്, ഇതാ ക്രിസ്ത്യാനികളെ ശരിയാക്കിയിരിക്കുന്നു, മണിപ്പൂരിൽ കൊന്നു തീർക്കുകയാണ്. ഇതുകൊണ്ട് ഈ രാജ്യത്തിലെ ഹിന്ദുവിന് എന്താ നേട്ടം? ഇതുകൊണ്ട് ഈ രാജ്യത്തിലെ സാധാരണക്കാരായ മനുഷ്യർക്ക് എന്താ നേട്ടം? നിങ്ങൾ യഥാർത്ഥത്തിൽ മനുഷ്യൻ ഉപകരിക്കുന്ന കാര്യങ്ങൾ കൊണ്ടുവരികയല്ല. കോടിക്കണക്കിന് മനുഷ്യർക്ക് തൊഴിലില്ല രാജ്യത്ത്, ചെറുപ്പക്കാർക്ക്. ആരാ അതിൽ കൂടുതൽ? 80%-ലധികം ഹിന്ദു സഹോദരന്മാർ. രാജ്യം ഭരിക്കുന്ന മോഡിക്ക് പ്രശ്നമില്ല, രാജ്യം ഭരിക്കുന്ന അമിത്ഷാക്ക് പ്രശ്നമില്ല. നിങ്ങൾ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കുകയല്ല, മറിച്ച് കേവലം അധികാരത്തിലേക്ക് വരാനുള്ള വഴിവെട്ടുക. ഇത് മാത്രമാണ് രാജ്യം ഭരിക്കുന്ന വലതുപക്ഷത്തിന്റെ പ്രശ്നം. അതാണ് നരേന്ദ്രമോദി ഇന്ത്യയിൽ ചെയ്യുന്നത്, അതാണ് ട്രംപ് ലോകത്ത് അമേരിക്കയിൽ ചെയ്യുന്നത്. വോട്ടു രാഷ്ട്രീയത്തിന് വേണ്ടി മാത്രം നിൽക്കുക. വികസനം പറയാനില്ലാതെയായാൽ, മനുഷ്യന്റെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾക്ക് മറുപടി പറയാൻ ഇല്ലാതെയായാൽ പിന്നെന്ത് ചെയ്യാൻ പറ്റും? ഈ വൈകാരികതയൊക്കെ ഇളക്കി വിടാം. നിങ്ങൾ ഓർത്തു നോക്കൂ, PC ജോർജ് നമ്മുടെ നാട്ടിൽ അപ്പൊ പറയും ഇവിടെ വലതുപക്ഷമല്ലല്ലോ. ആര്? പിണറായി വിജയനോ? കേരളത്തിലെ CPM-ഓ? അവർ ഇടതുപക്ഷമെന്ന് പറയുന്ന ആട്ടിൻ തോലളഞ്ഞ വലതുപക്ഷമെന്ന് പറയുന്ന ചെന്നായയാണ്. കേരളത്തിലെ CPM എന്ന് പറയുന്നത് കൃത്യമായ വലതുപക്ഷം. എങ്ങനെ ഇടതുപക്ഷാവുകൾ? ഈ രാജ്യത്തിലെ അടിസ്ഥാന വർഗത്തിന്റെ പ്രശ്നങ്ങൾ നിങ്ങൾ എപ്പോഴാണ് പരിഹരിച്ചത്? പാവപ്പെട്ടവന്റെ, ബുദ്ധിമുട്ടുന്നവന്റെ, കഷ്ടപ്പെടുന്നവന്റെ, തൊഴിലാളിയുടെ. നിങ്ങൾ കൃത്യമായ വലതുപക്ഷമാണ്. പിന്നെ ഒരു കോമ്പിനേഷനാണ് ട്രംപ്, നരേന്ദ്രമോദി, പിണറായി വിജയൻ. കണ്ടാൽ ഒരു അമ്മ പെറ്റ മക്കളെ പോലെയാണ്. ഏകദേശം രൂപവും കോലമൊക്കെ നോക്കിയാലും ഏകദേശം അങ്ങനെയാണ്. ഒരേ ട്രെൻഡാണ്, വൈബാണ്. ഇപ്പോഴത്തെ കുട്ടികൾ പറഞ്ഞാൽ ഒരേ വൈബാണ്. നിങ്ങൾ
അധികാരത്തിന് വേണ്ടി എടുക്കുന്ന ഓരോ സമീപനവും ഇപ്പോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? സഖാവ് പിണറായി വിജയൻ CPM ഇസ്രായേലിനെ എതിർക്കും, അതിശക്തമായി എതിർക്കും. കാര്യം എന്ത്? കേരളത്തിൽ ഒരൊറ്റ ജൂതനും വോട്ട് ചെയ്യാനില്ല. പക്ഷേ പിണറായി വിജയൻ വെള്ളാപ്പള്ളിനെ എതിർക്കൂല, കാരണം ഇവിടെ വോട്ട് പോയി പോകും. PC ജോർജിനെ എതിർക്കൂല, കാര്യം എന്ത്? ഇവിടെ വോട്ട് പോയി പോകും. ഈ സമീപനം ആർക്കും മനസ്സിലാവില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഒരു ചെലവില്ലാത്ത സദ്ദാം ഹുസൈന് പിന്തുണ കൊടുക്കും. ഇവിടുത്തെ മുസ്ലിങ്ങളുടെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ വന്നാൽ സംവരണം മറ്റെന്തെങ്കിലും കാര്യം അത് നിൽക്കൂല. നിങ്ങൾ ഒരു മുടക്കുമില്ലാത്ത വൈകാരികതയെ അഡ്രസ് ചെയ്യാൻ തയ്യാറാണ്. ഇസ്രായേലിനെ നിങ്ങൾക്ക് ശക്തമായിട്ട് എതിർക്കാൻ, ജൂതന്മാരുടെ വോട്ടും കിട്ടാൻ പോണില്ല, ഇവിടെ ഒരു പ്രശ്നം കിട്ടാനില്ല, ഉള്ള വോട്ട് മുസ്ലിങ്ങൾക്കാണ്, അത് അടിച്ചു മാറ്റാൻ ഇതൊക്കെ പറ്റുമോ എന്നാലോചിക്കാം. നിങ്ങൾ ആലോചിച്ച് നോക്ക്. PC ജോർജിന്റെ അറസ്റ്റ് പോകട്ടെ, വെള്ളാപ്പള്ളിയുടെ പേരിലെ കേസൊക്കെ പോകട്ടെ, കേസൊന്നും നിങ്ങൾ എടുക്കണ്ട. വെള്ളാപ്പള്ളി പറഞ്ഞൊരു വാക്ക് നിങ്ങൾ കേട്ടോ? എന്താ പറഞ്ഞെന്നറിയാം? ഞാൻ ഈ വൃത്തികേട് മുഴുവൻ അയാൾ പുലമ്പിയിട്ട് അയാൾ പറയുന്നൊരു കാര്യം എന്താ അറിയോ? ഞാൻ അധികം പറയുന്നില്ല, VS അച്യുതാനന്ദൻ പറഞ്ഞ അത്ര ഞാൻ പറഞ്ഞിട്ടില്ല എന്നാണ്. അതിനേക്കാൾ വലിയൊരു തോന്നിയാസം വേറെ പറയാനുണ്ടോ? VS പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടില്ല. എന്റെ സഖാക്കളെ, നിങ്ങൾ നെഞ്ചത്തു കൈവച്ചാലോചിക്ക്. ഞങ്ങൾ കഴിഞ്ഞ ഒരു 5-10 മാസമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ വഴിവെട്ടുകയാണ്. ആർക്ക്? സംഘപരിവാറിന്, BJP, ഏതുപോലെ ലവ് ജിഹാദ് പോലെ ഒരുപാട് പ്രശ്നങ്ങളെ പോലെ നിങ്ങൾ വഴിവെട്ടുകയാണ്. മലപ്പുറത്ത് സുജിത്ത് എന്ന് പറയുന്ന ഒരു ഓഫീസറെ കൊണ്ടുവന്ന് നിങ്ങളിപ്പോൾ DGP ആക്കാൻ വേണ്ടി അവതരിപ്പിക്കുന്ന അജിത്തിനെ ഉപയോഗിച്ച് മലപ്പുറം ജില്ലയിൽ നിങ്ങൾ ഉണ്ടാക്കിയ കള്ളക്കണക്കുകൾ വെച്ച് ഇതേ സഖാവ് പിണറായി വിജയൻ ഹിന്ദു പത്രത്തിൽ ഒരു ലേഖനവും അഭിമുഖവും കൊടുത്തപ്പോ ഞങ്ങൾ പറഞ്ഞു ഇത് ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കും. സഖാവ് പിണറായി വിജയ, ഡൽഹിയിൽ പോയി നിങ്ങൾ പറഞ്ഞതിന്റെ കുറെ കൂടെ ഒരു വെള്ളാപ്പള്ളി വെർഷനാണ് വെള്ളാപ്പള്ളി മലപ്പുറത്ത് വന്ന് പറഞ്ഞത്. നിങ്ങൾ എങ്ങനെയാ വെള്ളാപ്പള്ളി എതിർക്കുക? അതിൽ മോശമായി നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതിൽ മോശമായ സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ വെട്ടിയ വടിയിലാണ് വെള്ളാപ്പള്ളി നടക്കുന്നത്. വിജയരാഘവൻ പറഞ്ഞ വടിയിലാണ് വെള്ളാപ്പള്ളി പറയുന്നത്. മലപ്പുറത്തിന്റെ ഉള്ളടക്കം വർഗീയമാണെന്ന് പറയുന്ന കടകംപള്ളി സുരേന്ദ്രന്റെ മറ്റൊരു ഭാഷ്യമാണ് വെള്ളാപ്പള്ളി പറയുന്നത്. AK ബാലൻ പറയുന്നതിന്റെ മറ്റൊരു ഭാഷ്യമാണ് വെള്ളാപ്പള്ളി പറയുന്നത്. ഇത് നിങ്ങൾ വെട്ടിയ വടിയിലാണ് വെള്ളാപ്പള്ളിയുടെ നടത്തം. ഇതുപോലെയാണ് നിങ്ങൾ ലവ് ജിഹാദ് പറഞ്ഞത്, ഇതുപോലെയാണ് നിങ്ങളുടെ സമുദായത്തെ മാറ്റി ആക്രമിക്കാൻ ശ്രമിച്ചത്. എന്നിട്ട് MV ഗോവിന്ദനോട് പത്രക്കാർ ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നത്? ഗോവിന്ദൻ സഖാബിന്റെ ഒരു മര്യാദ നിങ്ങൾ കാണണം. ഗോവിന്ദൻ പറയും, അതൊന്നും പ്രതികരണം ആവശ്യമില്ല, വെള്ളാപ്പള്ളി പറഞ്ഞതല്ലേ. സഖാബ് ഗോവിന്ദ, CPM കുറിച്ചാണ് വെള്ളാപ്പള്ളി ഇതുപോലെ ഒരു വാക്ക് പറഞ്ഞെങ്കിൽ നിങ്ങൾ നിസ്സാരമാക്കിയിടുവോ? നിങ്ങൾ അത് പോട്ടെ എന്ന് പറയോ? അയാളൊരു വിവരദോഷി പറഞ്ഞ വാക്കാണെന്ന് നിങ്ങൾ പറയോ? നിങ്ങൾ തിരിച്ചു പറയുക മാത്രമല്ലല്ലോ, കേറി ആക്രമിക്കൂലേ? വെള്ളാപ്പള്ളി എന്നല്ല, ആരായാലും നിങ്ങൾ വെട്ടാൻ കത്തി കൊടുത്ത് ആളെ വിടൂലേ? വിട്ടിട്ടില്ലേ? അതല്ലേ നിങ്ങളെ പാരമ്പര്യം? എന്നിട്ട് പറയാണ് അങ്ങനെ ഒന്നും മറുപടി പറയേണ്ട കാര്യമല്ല. ഈ ആനുകൂല്യം മുസ്ലിങ്ങളെ തെറി പറയുന്നവർക്ക് മാത്രമേ ഉള്ളൂ. ഗോവിന്ദൻ എന്തോ പറഞ്ഞേ, കേരളത്തിൽ മുഖ്യമന്ത്രി ഉണ്ടല്ലോ, ആ മുഖ്യമന്ത്രി ഈ ആനുകൂല്യം മുസ്ലിങ്ങളെ തെറി പറയുന്നവർക്ക് മാത്രമേ കൊടുക്കുള്ളൂ. അവരെന്തും പറയാന്നാണ്. ഇന്നലെയും മെനഞ്ഞാന്ന് രസമല്ല, ഈ CPM ചെരുപ്പ് നക്കി നടക്കുന്ന കുറെ സൈബർ പുലികളുണ്ട്. അവർ ലീഗിനെ പ്രകീർത്തിക്കാൻ. കണ്ടോ ലീഗ് എന്തൊരു സംയമനമാണ്, ലീഗ് കണ്ടില്ലേ, അങ്ങനെയൊന്നും പറയണില്ല. എന്റെ ചെരുപ്പ് നക്കി നിന്റെ ഒന്നും സർട്ടിഫിക്കറ്റ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് ആവശ്യമില്ല. ഈ സംയമനത്തിന്റെ സർട്ടിഫിക്കറ്റ് അതിനൊന്നും ആവശ്യമില്ല. നിങ്ങൾ എന്തിനാണ് വാല് പൊക്കുന്നത് എന്ന് കൃത്യമായിട്ട് ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിക്ക് അതിന്റെ ആവശ്യമില്ല. നിങ്ങൾ വിദ്വേഷം പറയാം, വ്യാപകമായ വിദ്വേഷം. ഇനി ഞാൻ സൈബർ ഇടങ്ങളിൽ നോക്കുമ്പോൾ ലീഗിനെതിരെ പ്രതിഷേധം. എന്തിന്? നിങ്ങൾ വിദ്വേഷം പറയാ, എന്നിട്ട് നിങ്ങൾ ലീഗിനെതിരെ ഈ പ്രതിഷേധം നടത്തുക. സാംസ്കാരിക പ്രവർത്തകന്മാരൊന്നും രാജ്യത്തില്ലേ, ജീവിച്ചിരിപ്പില്ലേ? CPM ഇവിടെ അല്ലേ? രാജ്യം ഭരിക്കുന്നൊരു മുഖ്യമന്ത്രി ഇല്ലേ? ആ മുഖ്യമന്ത്രി കേസെടുത്ത് വെള്ളാപ്പള്ളിയെ നിയന്ത്രിക്കുന്നോ എന്ന് ഞങ്ങൾ ചോദിക്കണില്ല. അതിന്റെ നട്ടല്ലൊന്നും പിണറായി വിജയന്റെ നടപ്പുറത്തില്ല, ഞങ്ങൾക്കറിയാം. ഇരട്ട ചങ്ക് പോയിട്ട് ഒരു പുല്ലു ചങ്കൂല്ല, ഞങ്ങൾക്കറിയാം. നിങ്ങൾ ചെയ്യൂല.
ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, അയാളെ ആദരിക്കാൻ വേണ്ടി പോകാൻ നിൽക്കുക നിങ്ങൾ അല്ലേ? അവിടെയല്ലേ എത്തുന്നത്? നിങ്ങൾ കേസെടുക്കുന്നത് പോകട്ടെ, ഈ വിദ്വേഷം പറഞ്ഞതിനെതിരെ, ഈ വിദ്വേഷം പ്രചരിപ്പിച്ച ആളുകൾ പിന്നെയും വിദ്വേഷപരമായി തെരുവുകളിൽ കോലം കത്തിക്കുമ്പോ നിയന്ത്രിക്കാൻ പോലും ഇല്ലാതെ നോക്കി നിൽക്കുകയാണ് നിങ്ങൾ. ഞാൻ ഇന്നലെ കോഴിക്കോട് പത്രക്കാരെന്നെ വന്ന് കണ്ടു. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താ ചോദിക്കണത്? വെള്ളാപ്പള്ളി മലപ്പുറത്തെ കുറിച്ച് പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്താ അഭിപ്രായം എന്നാണ്. ഇടോ, മലപ്പുറം ജില്ല കേരളത്തിലെ ഒരു ജില്ലയല്ലേ? ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റിലെ ഒരു ജില്ലയല്ലേ? അത് കുഞ്ഞാലിക്കുട്ടി സാഹിബ് മാത്രം പറഞ്ഞാൽ മതിയോ മറുപടി? PM സലാം പറഞ്ഞാൽ മതിയോ മറുപടി? KM ഷാജിയോട് മാത്രം ചോദിച്ചാൽ മതിയോ? വിജയരാഘവൻ മലപ്പുറത്തല്ലേ? പോയി ചോദിക്ക. എന്താ ചോദിക്കാത്തത്? മലപ്പുറം ജില്ല ഒരു പാർട്ടിക്ക് തീരെഴുതി കൊടുത്തതാ. സ്വരാജ് മലപ്പുറത്തല്ലേ, നിലമ്പൂരില്? സ്വരാജിനോട് ചോദിക്ക്, ഇതാ ഈ ജില്ലയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു വെള്ളാപ്പള്ളി, എന്താ കമന്റ് പറഞ്ഞോ? എന്താ ചോദിക്കാത്തത്? നിങ്ങൾ ഈ ചോദിക്കുന്നതിന്റെ, നിങ്ങൾ പറയുന്നതിന്റെ, സംസാരിക്കുന്നതിന്റെ അർത്ഥമാണ് എന്താണ്? ലീഗ് മാത്രം പറഞ്ഞാൽ മതി അല്ലേ? അത് മാത്രമല്ല, ഇന്ന് നിങ്ങൾ അറിയുമോ, സഖാവ് പിണറായി വിജയന്റെ മന്ത്രിസഭയിലെ മന്ത്രി സജി ചെറിയാൻ എന്താ പറഞ്ഞെന്നറിയോ? വെള്ളാപ്പള്ളിയെ ആദരിക്കുന്ന ചടങ്ങ് നടക്കുന്നുണ്ട്, ഞാൻ പോവും. എന്താ കുഴപ്പമെന്നാണ്? വെള്ളാപ്പള്ളി 30 കൊല്ലം SNDPയുടെ സെക്രട്ടറി ആയ ആളാണ്, അതുകൊണ്ടാണ്. അത് മാത്രമാണോ സജി ചെറിയാൻ? ഈ വെള്ളാപ്പള്ളിയെ നവോത്ഥാന സമിതിയുടെ ചെയർമാനാക്കി വെച്ചത് പിണറായി വിജയനല്ലേ? CPM അല്ലേ? ഇതാണോ നവോത്ഥാനം? ഞങ്ങൾ നവോത്ഥാനത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച്, മന്നത്ത് പത്മനാഭനെ കുറിച്ച്, പൽപ്പുവിനെ കുറിച്ച്, വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ കുറിച്ച്. ഈ രാജ്യത്തിലെ മതസൗഹാർദ്ദത്തിന്റെ, മനുഷ്യ സൗഹാർദ്ദത്തിന്റെ, ജാതീയ സൗഹാർദ്ദത്തിന്റെ ഒരു മഹാമനീഷികളായി നേതൃത്വം കൊടുത്തിരുന്നവരെ കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ എന്നല്ലാതെ ഒരു ക്രിസ്ത്യാനി പറയൂല, ഒരു മുസ്ലിം പറയൂല, എന്തിന് ഒരു നായർ സമൂഹത്തിൽപ്പെട്ടവൻ പോലും പറയില്ല. പറയുക ശ്രീനാരായണ ഗുരുദേവൻ എന്നാണ്. ജാതിഭേദ മതദ്വേഷഭേദമില്ലാതെ എല്ലാവരും പറയും. ദേവതുല്യമാണ് ഈ സ്റ്റേറ്റിന് ശ്രീനാരായണ ഗുരുദേവൻ. ദേവൻ ഇരുന്നെടുത്ത് ചെകുത്താൻ ഇരുന്നാൽ ചെകുത്താൻ എന്നു തന്നെയാണ് ഞങ്ങൾ പറയുക. ദേവൻ എന്ന് പറയാൻ പറ്റില്ല. ദേവൻ ഇരുന്നിടത്താണ്. ഞങ്ങൾ പറയുന്ന മറുപടി SNDPയോടല്ല. അതൊരു മഹാപ്രസ്ഥാനമാണ്. ഈ രാജ്യത്തിന്റെ സൗഹൃദത്തിൽ, ഈ രാജ്യത്തിന്റെ പുരോഗതിയിൽ, ഈ രാജ്യത്തിലെ ഒരു അപകടപ്പെട്ടു പോകുമായിരുന്ന ഒരു ജാതി സമൂഹത്തെ സമുദ്ധരിച്ചെടുക്കുന്നതിൽ, അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതിൽ, അവരെ പുരോഗതിയിലേക്ക് നയിക്കുന്നതിൽ ഏറ്റവും മഹത്തായ പങ്ക് വഹിച്ച ഒരു മഹാപ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തോടല്ല ഞങ്ങൾ സംസാരിക്കുന്നത്. എന്റെ ചോദ്യം CPMനോടാണ്. നവോത്ഥാന സമിതിയുടെ ചെയർമാനായി വെള്ളാപ്പള്ളി എന്ന കള്ളുകച്ചവടക്കാരൻ നിങ്ങൾ വെക്കുമ്പോ അതെന്തോ ആവട്ടെ, അയാൾ ഈ രാജ്യത്തിലെ പ്രബലമായ ഒരു ന്യൂനപക്ഷത്തെ പച്ചക്ക് തെറി വിളിച്ചു നടക്കുമ്പോ ആ സമിതിയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് അയാളെ നിങ്ങൾ പിരിച്ചുവിടുവോ? അയാളെ മാറ്റി നിർത്തുവോ? മാറ്റി നിർത്തില്ലെന്ന് മാത്രമല്ല, CPMന്റെ മന്ത്രിസഭയിലെ സജി ചെറിയാൻ പറയുന്നത് അയാൾക്ക് മാലയിടാൻ, അയാളെ ആദരിക്കാൻ ആ പരിപാടിയിൽ ഞാൻ പോകുമെന്നാണ്. നിങ്ങൾ ചെയ്യുന്നത് എന്താണ് എന്ന് നിങ്ങളൊന്ന് പറഞ്ഞു തന്നെ. വളരെ കൃത്യമായി ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞ അമേരിക്കയിൽ മുതൽ തുടങ്ങുന്ന വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ വോട്ടു രാഷ്ട്രീയം വളരെ കൃത്യമായി ഉപയോഗിക്കപ്പെട്ടു വരികയാണ്. ഞാൻ എല്ലാവരോടും പറയുന്നത്, സൂക്ഷ്മതയോടെ രാഷ്ട്രീയത്തെ കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയണം. ശ്രദ്ധ ആവശ്യമാണ്. എന്തുകൊണ്ടാണെന്ന് അറിയാവുന്നത്? വളരെ ശ്രദ്ധിച്ചിട്ടാണ് ഈ രാജ്യം ഭരിക്കുന്നവർ ആളുകളെ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത കാലത്ത് ഞാൻ ഇവിടുത്തെ എല്ലാ സഹോദരന്മാരോടും സഹോദരിമാരോടും ചോദിക്കട്ടെ, മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് വലിയ വിഷയമുണ്ടായി. നമുക്കൊക്കെ അറിയാം, അത് ഒരു പുതിയ വിഷയമല്ല. ആ വിഷയത്തിന് കുറെ കൂടെ അപകടകരമായ ഒരു വിസിബിലിറ്റി ഉണ്ടായി. താമരശ്ശേരിയിലെ കൊലപാതകം, അവിടെ നടന്ന കുട്ടികളുടെ മരണം, അങ്ങ് തെക്ക് ഭാഗത്ത് നടന്ന ഒരു കുടുംബത്തെ മുഴുവൻ കൊലപ്പെടുത്തിയ കേസ്, നിരന്തരമായി പത്രത്തിൽ ചോര കൊണ്ടുള്ള വാർത്തകൾ ഇങ്ങനെ വന്നു. വ്യാപകമായ മയക്കുമരുന്ന് കച്ചവടം നാട്ടിൽ നടക്കുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, വ്യാപകമായി നടക്കുക. ഇതിനാരാ ഉത്തരവാദി? ഇത് സംഭവിച്ചു തുടങ്ങിയപ്പോൾ എല്ലാവരും ചേർന്നിട്ട് ഒരു പുതിയ ഫാഷൻ മാതിരിയാണ് മയക്കുമരുന്നിനെതിരായ കൂട്ടായ്മ, മയക്കുമരുന്നിനെതിരായിട്ട് പ്രതിജ്ഞ, മയക്കുമരുന്നിനെതിരായിട്ട് മതപ്രഭാഷണ പരമ്പരകൾ. ഞാൻ ചോദിക്കുന്നത്, ഈ
മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് അപകടമാണ് എന്ന് പഠിപ്പിച്ച് കൃത്യമായി അതിനുള്ള വഴികളൊക്കെ വെട്ടിക്കൊടുത്താൽ അതിൽ നിന്ന് പൂർണ്ണമായി കുട്ടികൾ മാറും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ പൈസ മുടക്കേണ്ടത് സൺഡേ സ്കൂളുകൾക്കും അതുപോലെ തന്നെ അമ്പലത്തിൻ്റെ കീഴിലുള്ള ക്ലാസ്സുകൾക്കും മതപഠന ക്ലാസ്സുകൾക്കും വയല് വരമ്പരക്കൊക്കെ അല്ലേ. മതങ്ങൾക്ക് എന്താ പറയാനാവുക? നിങ്ങൾ മയക്കുമരുന്ന് ഉപയോഗിക്കരുത്. ഉപദേശിക്കാം, അതിനുള്ള ക്യാമ്പയിൻ നടത്താം, അതിനുള്ള പരിപാടികൾ ചെയ്യാം, ഒരു കുഴപ്പമില്ല. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവനെ ശിക്ഷിക്കാൻ എന്തെങ്കിലും വകുപ്പ് കേരളത്തിലെ ഏതെങ്കിലും ഒരു മതസംഘടനയുടെ കയ്യിലുണ്ടോ? വീട്ടിലെ വാപ്പക്കുണ്ടോ? ഉമ്മക്കുണ്ടോ? ഇല്ലല്ലോ. അതിന് ശിക്ഷയുടെ അധികാരം ആർക്കാണ്? രാജ്യത്തിനാണ്. എൻ്റെ വീട്ടിലൊരുത്തൻ 10 കിലോ കഞ്ചാവ് വിൽക്കാൻ എൻ്റെ വീട്ടിലൊരു അംഗത്തെ തെരഞ്ഞ് വീട്ടിൻ്റെ മുറ്റത്ത് വന്ന് നിന്നാൽ അവൻ്റെ കയ്യിൽ നിന്ന് കഞ്ചാവ് പിടിക്കാൻ എനിക്ക് അധികാരമുണ്ടോ? നിങ്ങളൊന്ന് പറഞ്ഞേ. ഈ മുഹമ്മദ് അലിയുടെ സ്കൂളില് ഒരു കോമ്പൗണ്ടില്, സ്കൂളിന്റെ കോമ്പൗണ്ടില് ഒരുത്തൻ മയക്കുമരുന്നുമായി കയറിയാൽ അവനെ തടയാം. മുഹമ്മദ് അലി ആ സ്കൂളിലെ കാര്യപ്പെട്ട ആളാണ്, KSUവിന്റെ ഭാരവാഹികൾ തടയാം, അസീസ് മഷ്ക്ക് തടയാം, അഷ്റഫിന് തടയാം. പിടിക്കാൻ പറ്റുമോ? ആരാടോ മയക്കുമരുന്ന് പിടിക്കേണ്ടത്? ആരാ തടുക്കേണ്ടത്? രാജ്യത്ത് നിയമം എന്തിനാണ്? ആ നിയമം പരാജയപ്പെടുമ്പോഴല്ലേ ഇവിടെ ഈ മയക്കുമരുന്ന് വ്യാപനം ഉണ്ടാവുന്നത് അല്ലേ? എന്താ അമിത്ഷാ പറഞ്ഞത്? ഇസ്ലാമിക തീവ്രവാദാണ് മയക്കുമരുന്നിന്റെ പിറകിൽ. അയാളുടെ രാഷ്ട്രീയം ആ കഥ പറഞ്ഞു പോയാൽ മതിയോ? ഏത് കൊമ്പത്തെ തീവ്രവാദമാണെങ്കിലും പിടിക്കണ്ടേ അമിത്ഷാ? അയാൾക്ക് കഴിയണില്ല. എന്താ കാര്യം? രാജ്യം ഭരിക്കുന്ന പലരും മയക്കുമരുന്ന് ലോബിയുടെ പിണിയാളുകളാണ്. കേരളത്തിലെ മയക്കുമരുന്ന് വിപണിയിൽ മയക്കുമരുന്ന് ഇറങ്ങിയാൽ ആരാ ഒന്നാമത്തെ കുറ്റവാളി? കേരളം ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ്. അയാളെ പേര് പിണറായി വിജയൻ എന്നാണ്. അയാളെ പിടിക്കണ്ടേ? ഞാൻ ചോദിക്കട്ടെ, എത്ര പോലീസുകാർ, എക്സൈസ് ഉദ്യോഗസ്ഥന്മാർ മയക്കുമരുന്ന് പിടിക്കുന്നുണ്ട് അറിയോ? മയക്കുമരുന്ന് പിടിക്കുന്നു, MDM പിടിക്കുന്നു. പക്ഷെ മയക്കുമരുന്നിൻ്റെ പ്രശ്നമുണ്ട്. പിടിച്ചാൽ അതിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചാണ് ശിക്ഷ തീരുമാനിക്കുക. ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിൽ സ്റ്റേഷനിൽ നിന്ന് ജാമ്യം, ഇത്തിരി കൂടി കൂടിയാൽ ജഡ്ജിന്റെ ജാമ്യം, ഇത്തിരി കൂടി കൂടിയാൽ പിന്നെ ജാമ്യമില്ല വകുപ്പ്, അങ്ങനെ പലതുമാണ് ഇല്ലേ? എന്നാൽ എന്താ അറിയോ നിങ്ങൾ? ഇപ്പൊ ഒരു ഉദാഹരണത്തിന് കടുത്ത ശിക്ഷ കിട്ടാവുന്ന ക്വാണ്ടിറ്റി ഒരു 100 ഗ്രാം ഒരാളുടെ കയ്യിൽ നിന്ന് MDM പിടിച്ച ഉടനെ വലിയ ബഹളാണ്. പോലീസ് സ്റ്റേഷനിൽ എത്തുന്നതിന് മുമ്പ് അത് 10 ഗ്രാം ആവും, സ്റ്റേഷൻ ജാമ്യമുണ്ടാവും. ബാക്കി അവിടെ പോവാണ്. കൃത്യമായി കേരളത്തിലെ പോലീസ്, എക്സൈസ് പരസ്യമായി പൈസ വാങ്ങിയിട്ട് ഇത് ഒതുക്കി തീർക്കുകയാണ്. ഇതിന്റെ വിഹിതം രാഷ്ട്രീയ നേതാക്കന്മാർക്കടക്കം കിട്ടുന്നുണ്ട്. ഇവിടുത്തെ പോലീസ് പരാജയപ്പെട്ടതിന് മതസംഘടന പ്രതിജ്ഞ ചെയ്താൽ മതിയോ? മതസംഘടന അല്ലെങ്കിൽ ഇതുവരെ നിങ്ങൾ കഞ്ചാവ് വലിച്ചോളി എന്ന് പറഞ്ഞിട്ടുണ്ടോ? മദ്രസയിൽ മുഴുവൻ പഠിപ്പിക്കുന്നത് എന്താണ്? പള്ളിയിൽ മുഴുവൻ പറയുന്നത് എന്താണ്? ചർച്ചിൽ മുഴുവൻ പ്രസംഗിക്കുന്നത് എന്താണ്? ഇത് പറ്റൂല എന്നല്ലേ? അങ്ങനല്ലേ പറയണത്? കള്ളിന്റെ മുകളിൽ ഇത് അപകടമാണ്, കള്ള് കുടിക്കുന്ന സീൻ വന്നാൽ സിനിമയിൽ ഇത് അപകടമാണ് എന്ന് എഴുതി വെച്ചത് കൊണ്ട് ഈ രാജ്യത്ത് മദ്യവും മയക്കുമരുന്ന് ഒഴിവാകുമോ? രാജ്യത്തെ നിയമം ഇടണം, അത് വേണം. ഇവിടുത്തെ ഭരണകൂടം പരാജയപ്പെടുകയാണ്. രാജ്യത്ത് ഇവിടുത്തെ എന്തും നക്കിത്തിന്ന് ജീവിക്കുന്ന കള്ള രാഷ്ട്രീയക്കാരൻ ഇതിന്റെ പിറകെ കിടന്ന് പൈസ വാങ്ങാണ്. അത് പിടിക്കേണ്ടത് ആരാണ്? രാജ്യത്തെ ആഭ്യന്തരമന്ത്രിയല്ലേ? അതിന് കഴിയൂല. അപ്പൊ പറയാണ് എല്ലാവരും വരി, ഒരു ബുദ്ധിമുട്ട് വന്നാൽ എല്ലാവരും വരിക, എന്നിട്ട് പ്രതിജ്ഞ എടുക്കുക, ഒപ്പരം നിൽക്കുക, അപ്പം മതി. മറ്റ് രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും ഒക്കെ അപ്പൊ വിമർശിക്കാൻ പറ്റൂല. അപ്പൊ പറയാണ് ഇപ്പൊ വിമർശിക്കരുത്. എന്താ വിമർശിച്ചാൽ എന്ത് വിമർശിക്കാൻ? കോവിഡ് അല്ല ഷാജി. അപ്പൊ കോവിഡിന്റെ മറവില് PP കിറ്റ് വിറ്റ് നല്ല പൈസ അടിച്ചു മാറ്റല്ലേ? അതിന് കുഴപ്പമില്ല. അപ്പൊ കോവിഡില്ല. വയനാട്ടിൽ ദുരന്തം വരുമ്പോ ആ ദുരന്തത്തിന്റെ മറവില് കോടികൾ സമ്പാദിക്കാം. സംസാരിച്ചാലോ ഇവൻ ആരാണ്? ഇവന് ദുരന്തം മനസ്സിലാവില്ലേ? അപ്പൊ എല്ലാരും കൂടി പിടിക്കണം, പ്രതിപക്ഷം നാട്ടുകാരും ഒക്കെ. ഞാൻ ചോദിക്കട്ടെ, നാളെ വയനാട്ടിൽ മുസ്ലിം ലീഗിന്റെ 100 ചില്ലാനം വരുന്ന കുടുംബങ്ങളുടെ വീടിന്റെ തറക്കല്ലിടൽ പരിപാടി നടക്കുകയാണ്. ലീഗ് രാഷ്ട്രീയ പാർട്ടി. ഞങ്ങളോട് ചോദിക്കട്ടെ, മുഖ്യമന്ത്രി വയനാട്ടില് ഗവൺമെന്റിന്റെ ഒരു പദ്ധതി പ്രഖ്യാപിച്ചല്ലോ. നിങ്ങൾ എന്ത് ചീത്ത പറഞ്ഞാലും പറയാതിരിക്കാൻ കഴിയില്ല. അതിഭീകരമായ വെട്ടിപ്പതിനകത്ത് ഇതാ നിങ്ങളുടെ ഈ പഞ്ചായത്ത്
പേരാമ്പ്ര പഞ്ചായത്ത് ലൈഫ് പദ്ധതിയിൽ ഒരു വീട് കൊടുത്താൽ ആ വീടുണ്ടാക്കുന്നവന് സ്ക്വയർ ഫീറ്റിന് കൊടുക്കുന്നത് 1000 ഉറുപ്പിയാണ്. ഏറ്റവും നന്നായിട്ട് എൻ്റെ വീട് ആരെടുക്കുക? ഞാനല്ലേ. ഏറ്റവും നന്നായിട്ട് ഞാനിപ്പോൾ മാഷ വീട്ടിൽ കൂടി, മാഷ വീട് ഇപ്പം അടുത്ത് പണി കഴിഞ്ഞതാണ്. ആരാ അതിന് ഏറ്റവും നന്നായിട്ട് പൈസ കൊടുക്കുക? അയാൾ തന്നെയാണ്. എൻ്റെ വീട് ഏറ്റവും നന്നായിട്ട് പണി എടുക്കുക ഞാനല്ലേ, കാരണം ഞാനല്ലേ അവിടെ താമസിക്കേണ്ടത്. ഞാൻ എൻ്റെ വീട് എടുക്കുകയാണെങ്കിൽ സ്ക്വയർ ഫീറ്റിന് 1000. ഊരാലുകൾ ഇങ്ങനെ വീട് എടുക്കുകയാണെങ്കിലോ സ്ക്വയർ ഫീറ്റിന് 3000. ഇതെന്തൊരു തട്ടിപ്പാടോ, ഇതെന്തൊരു തട്ടിപ്പാണ്. വയനാട്ടില് ഊരാലുങ്കൽ എടുത്തു കൊടുക്കുന്ന വീടിന് സ്ക്വയർ ഫീറ്റിന് 3000. ലൈഫ് പദ്ധതിയിൽ നിങ്ങളുടെ വീടെടുത്താൽ 1000. ഇതെന്ത് രാഷ്ട്രീയമാണ്, ഇതെന്ത് പരിപാടിയാണ്? ഗവൺമെന്റിന്റെ പദ്ധതി ആവുമ്പോൾ എന്താ, നമ്മളൊരു വീട് എടുക്കുകയാണെങ്കിൽ ബുദ്ധിമുട്ട് എന്താണ്? വീടിന്റെ പെർമിഷൻ വേണം, വീട്ടിലേക്ക് എന്താണ് വെള്ളത്തിന്റെ കണക്ഷൻ വേണം, വീട്ടിലേക്ക് വൈദ്യുതിയുടെ കണക്ഷൻ വേണം, റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ 1000 പ്രാവശ്യം ഇറങ്ങണം, കയറണം. ഇതിന് എത്ര പൈസ വേണം? ഗവൺമെന്റിന്റെ പദ്ധതിക്ക് ഇതൊന്നും ആവശ്യമില്ല. വെള്ളം അവിടെ വരെ എത്തും, കറണ്ട് അവിടെ വരെ എത്തും, അനുമതി അവിടെ കൊണ്ടുപോയി കൊടുക്കും, എല്ലാം ക്ലിയർ. ആ വീടിന് സ്ക്വയർ ഫീറ്റിന് 3000. കാര്യം എന്താ അറിയോ? അതെടുക്കുന്നത് ഊരാലുങ്കലാണ്. പിണറായി വിജയൻ അടക്കമുള്ള കേരളത്തിലെ കള്ള രാഷ്ട്രീയക്കാരുടെ കള്ളപ്പണം വെളുപ്പിക്കുന്ന സംഘമാണ്. ദുരന്തത്തെ വിറ്റോരങ്ങള് അപ്പൊ പറയാണ് ദുരന്തല്ലേ, മിണ്ടിക്കൂടാ, പറഞ്ഞുകൂടാ. അതിന്റെ പിറകിൽ നിങ്ങൾക്ക് എന്ത് അടിച്ചു മാറ്റാൻ പറ്റുമോ അത് അടിച്ചു മാറ്റാം. ഞാൻ ഈ നാട്ടിലെ സഹോദരന്മാരോട് പറയുന്നത്, ഇവിടെ കൃത്യമായി ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടികൾ ജാഗ്രതയോടെ അവരുടെ ഉത്തരവാദിത്തം നിർവഹിക്കാൻ കഴിയണം. എനിക്ക് എൻ്റെ വ്യക്തിപരമായി പറഞ്ഞു, എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ഏൽപ്പിച്ച അഴീക്കോട്ടിലെ ജനങ്ങൾ 2 തവണ ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് എന്നിൽ വിശ്വാസം അർപ്പിച്ച് കടുത്ത പോരാട്ടത്തിൽ ചെറിയ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ എന്നെ നിയമസഭയിലേക്ക് പറഞ്ഞു. എനിക്ക് അഭിമാനമുണ്ട്. ഒരു ലീഗിന്റെ ഭാരവാഹി എന്ന നിലയ്ക്ക് നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ എനിക്ക് ഉറപ്പിച്ചു പറയാൻ, കടുകിട കോംപ്രമൈസ് ചെയ്യാതെ ജനങ്ങളുടെ ഉത്തരവാദിത്തം ഒരു ലീഗുകാരൻ എന്ന നിലയ്ക്ക് നിർവഹിക്കാൻ കഴിഞ്ഞു എന്നെനിക്ക് അഭിമാനമുണ്ടായ ദിവസങ്ങളാണ് കഴിഞ്ഞുപോയത്. 2020 കേരള നിയമസഭയുടെ അകത്ത് ആദ്യമായി വീണ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ മകൾ പ്രതിയാണ് എന്ന് നിയമസഭയുടെ അകത്ത് വെച്ച് ഞാൻ പറയുന്നത്. അത് പറഞ്ഞപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ട്. രവിയുടെ പേര് ഞാൻ അവിടുന്ന് പറഞ്ഞത്, റിയാസിന്റെ പേര് ഞാൻ അവിടുന്ന് പറഞ്ഞത്. ബുദ്ധിമുട്ടുണ്ടായി. എൻ്റെ മക്കൾ പഠിക്കുന്ന സ്കൂളിൽ പോയി അവരെ അപമാനിക്കാൻ ശ്രമിച്ചു പോലീസ്, ED. എൻ്റെ ഭാര്യയെ രാത്രി 1 മണി വരെ പിടിച്ചുകൊണ്ടുപോയി ക്വസ്റ്റ്യൻ ചെയ്തു. ഇതവിടെ ഇവിടെ എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. പരമാവധി ഉപദ്രവിച്ചു, അങ്ങേയറ്റം കിട്ടാവുന്ന തരത്തിലൊക്കെ. ലക്ഷക്കണക്കിന് രൂപ വക്കീലന്മാർക്ക് സുപ്രീം കോടതിയിലധികം ഫീസ് കൊടുക്കേണ്ടി വന്നു. എല്ലാം സഹിച്ചു, ശരിയാണ്. പക്ഷേ ഞാൻ ചെയ്തത് ഉത്തരവാദിത്തമാണ് എന്നതിൻ്റെ പ്രകടമായ തെളിവാണ് കഴിഞ്ഞ ആഴ്ചയിൽ വീണയെ പ്രതി ചേർത്തുകൊണ്ട് SFIO അവരുടെ കേസിന്റെ ഷീറ്റ് വന്നത്. പറഞ്ഞ വെറുതല്ലാന്ന്. 2 മാസം മുമ്പ് സുപ്രീം കോടതി, മോനെ ഷാജി നീ വീട്ടിൽ പോയിരുന്നോ, പേടിക്കണ്ട എന്ന് എനിക്ക് സർട്ടിഫിക്കറ്റ് തന്നതും നിങ്ങൾ നടത്തിയ പോരാട്ടം കള്ളമായിരുന്നു എന്നതുകൊണ്ടാണ്, ഭയപ്പെടേണ്ട എന്നതുകൊണ്ടാണ്. ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ കൃത്യമായി ഒരു സംഘം, ഒരു കുടുംബം, ഒരു തസ്കര കുടുംബം എന്നൊക്കെ പറയുന്ന മാതിരി ഇരുന്ന് കക്ക നിങ്ങൾ കേട്ടിട്ടുണ്ട്. അത് ചർച്ചയല്ല. മുഖ്യമന്ത്രിയുടെ മോള്, മകൻ പിന്നെ കുറച്ച് ഷൈയാണ്, ഒരു മടി, കുറച്ചൊക്കെ ഒരു മടി, അതിനെ കുറിച്ച് അധികം കേൾക്കാറില്ലല്ലോ. അതിന് മോൻ്റെ അമോഷൻ ഇറങ്ങിക്കാണ്, മൂപ്പരാവുന്ന കക്കല് കക്കുകയാണ്. മരുമൻ കോഴിക്കോടങ്ങാടി മുഴുവൻ വിറ്റുകൊണ്ടിരിക്കുകയാണ്. റിയാസ് എന്ന് പറയുന്ന കേരളത്തിലെ ടൂറിസ്റ്റ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി. ആ ബീച്ച് ഭാഗത്തൊക്കെ നിങ്ങൾ പോയി നോക്ക്. കോർപ്പറേഷനും നിയമങ്ങളൊന്നും ഇല്ലാതെ ഇയാളുടെ ബിനാമികൾക്ക് വിൽക്കുകയാണ്, കോടികൾ സമ്പാദിക്കുകയാണ്. ഇതൊക്കെ നാട്ടിലുണ്ടാവുകയാണ്. ഒരൊറ്റക്കാര്യം ഞാൻ സഖാക്കളോട് ചോദിക്കട്ടെ, ഈ പിണറായി വിജയൻ ഉമ്മൻചാണ്ടിയോട് കാണിച്ച ഒരു വർത്തമാനമുണ്ടല്ലോ സഖാക്കളെ, ഈ സാഹചര്യത്തിൽ സഖാവ് പിണറായി വിജയൻ എന്ത് ചെയ്യണമെന്ന് ലീഗുകാർ പറയണ്ട, കോൺഗ്രസ്സുകാരും പറയണ്ട. ഒരു മുഖ്യമന്ത്രി എന്താണ് ചെയ്യേണ്ടത് എന്ന് പിണറായി വിജയൻ തന്നെ ഉമ്മൻചാണ്ടിക്ക് ക്ലാസ് എടുത്ത് കൊടുത്തിട്ടുണ്ട്. അത് യൂട്യൂബിൽ നിന്ന് കേട്ടാൽ മതി. എന്താ ചെയ്യേണ്ടത്, എന്ത് നിലപാടെടുക്കണം, എങ്ങനെയാ പോകേണ്ടതെന്ന് ഇതേ പിണറായി വിജയൻ ഒരു ഉളുപ്പുമില്ലാതെ ഉമ്മൻചാണ്ടിക്ക് എടുത്തു കൊടുത്ത ക്ലാസ് കേക്ക്. എന്താ ചെയ്യേണ്ടത്? ബിനീഷ് കൊടിയേരി കേസിൽ പ്രതിയാക്കപ്പെട്ടപ്പോ കൊടിയേരി രാജിവെച്ചോ?
അത് നിങ്ങളെ പാർട്ടിയല്ലേ? അതുകൊണ്ട് മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാണ് ഞാൻ പറയുന്ന. മുഖ്യമന്ത്രി രാജിവെക്കരുത്. രാജിവെച്ചാലുള്ള പ്രശ്നം കാര്യങ്ങൾ നാളെ തന്നെ സൈബർ സഖാക്കൾ ഇറങ്ങും. പിണറായി ഇതൊക്കെ പറഞ്ഞങ്ങ് വരും. കണ്ടില്ലേ, ഇതാണ് മാതൃക. ഇതും പറഞ്ഞിട്ട് ഈ കള്ളൻ ഇതിൻ്റെ ഇടയിൽ കൂടെ രക്ഷപ്പെട്ടു പോകും. പിണറായി വിജയൻ ഞങ്ങൾ രാജിവെക്കരുത്, പുഴുത്ത് മാറി തീർന്നു പോകുക എന്നല്ലാത്ത ഒരു സൊല്യൂഷൻ നിങ്ങൾക്കില്ല. അതാ ചെയ്യേണ്ടത്. രാജിവെക്കണമെന്നുള്ള അഭിപ്രായത്തോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. ഞാൻ സഖാക്കളോട് പറയുന്നത്, സാമാന്യ മര്യാദ ഒരു നാടിൽ മറവിയുടെ എന്താണ് പുതപ്പ് കൊണ്ട് ആളുകളെ പുതപ്പിക്കുകയാണ്. വഖഫ് ബില്ല് നടക്കട്ടെ, അവിടെ വെള്ളാപ്പള്ളി ആ വഴിക്ക് പോട്ടെ. മറന്നു പോകരുത് കേരളത്തിലെ ഈ കള്ള രാഷ്ട്രീയക്കാരന്, ഈ ഭരണാധികാരി, നാട് മുഴുവൻ ജനങ്ങളുടെ വികാരത്തെ ചൂഷണം ചെയ്യുന്നവർ. കഴിഞ്ഞ 5-4 വർഷം മുമ്പ് പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രി ആയത് ഈ നാട്ടിലെ ഒരു നന്മയും ചെയ്യാനല്ല, മറിച്ച് കോവിഡ് നമ്മളിൽ ഉണ്ടാക്കിയ ഭയത്തെ മുതലെടുത്താണ്. അതിന് സമാനമായ വിധത്തിൽ വർഗീയ ധ്രുവീകരണത്തിന് RSSും സംഘപരിവാറും കേരളത്തിലെ CPMും കൈകോർക്കുന്ന അപകടകരമായ ഒരു സാഹചര്യം ഇവിടെയുണ്ട്. വെള്ളാപ്പള്ളി തനിച്ചല്ല, പിറകിൽ രാജീവ് ചന്ദ്രശേഖറുണ്ട്, കൂടെ പിണറായി വിജയനുണ്ട്, സജി ചെറിയാനെ പോലെ വൃത്തികെട്ട മന്ത്രിമാരുണ്ട്. പക്ഷെ ഒരു കാര്യം വെള്ളാപ്പള്ളിയല്ല, അതിനപ്പുറത്തുള്ള കൊമ്പത്തുള്ളവൻ വന്നാലും ഞാൻ പറയാം, വർഗീയത കാണാതെ, വർഗീയവാദികൾ പരിശ്രമിക്കാതെ, ഒന്നും അറിയാതെ താരാട്ട് തൊട്ടിലിൽ പാടി ഉറക്കിയിട്ടല്ല കേരളം ഈ കണ്ട പുരോഗതിയും സൗഹൃദവും സ്നേഹവും ഒക്കെ ഇവിടെ നിലനിർത്തി ഈ കോലത്തിലേക്ക് ഞങ്ങൾ എത്തിയത്. ഈ വെള്ളാപ്പള്ളിയല്ല, അതിനേക്കാൾ വലിയ കാളകൂട വിഷമറക്കിയാലും അതിനെ മറികടക്കാനുള്ള കരുത്തും മനസ്സും മതേതര കേരളത്തിലുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇവിടുത്തെ സമുദായങ്ങൾ തമ്മിലുള്ള സൗഹൃദത്തെ മറികടക്കാൻ, അതിനെ ഇല്ലായ്മ ചെയ്യാൻ ഒരു CPMകാരനും സാധിക്കില്ല. വർഗീയപരമായ ഏത് മുന്നേറ്റം നിങ്ങൾ നടത്തിയാലും ഞങ്ങളുണ്ടാകും. നിങ്ങൾ ഉറപ്പിച്ചു വെച്ചോളൂ, ഈ പോരാട്ടത്തിൽ നിങ്ങൾ വിചാരിക്കുന്ന ആംഗിളിലേക്ക് ഇവിടുത്തെ ഈ സമൂഹത്തെ കൊണ്ടുപോയി ഞങ്ങൾ എത്തിക്കില്ല. വെള്ളാപ്പള്ളി വെറുതെ പറയുന്നതല്ല, അജണ്ടയുണ്ട്, കൃത്യമായ അജണ്ടയുണ്ട്. അയാൾ പറയട്ടെ, അണ്ണാക്കിൽ കയറി ചൊറിഞ്ഞത് കൊണ്ട് ഞാൻ ചോദിക്കട്ടെ, ഈ നാട്ടിലെ ഈഴവ സമുദായത്തിന് വേണ്ടി നിങ്ങൾ എന്താ ചെയ്തത്? അയാൾ പറഞ്ഞൊരു പൊട്ടത്തരം നിങ്ങൾക്കറിയോ? എന്താ പറഞ്ഞറിയോ? മലപ്പുറത്ത് കോളേജ് അനുവദിച്ചില്ല ലീഗ്, മുസ്ലിങ്ങൾ. എൻ്റെ വെള്ളാപ്പള്ളി, ഒരു സ്ഥാപനത്തിന്, ഒരു സംഘടനക്ക് കോളേജ് കിട്ടണമെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ വെള്ള പേപ്പറിൽ ഒരു പരാതി, ഒരു അപേക്ഷ കൊടുക്കണം. ഇത് വെള്ളാപ്പള്ളിക്ക് അറിയോ? വെള്ളാപ്പള്ളി കള്ളു വെച്ചോടല്ലാതെ വേറെ എന്തെങ്കിലും അറിയോ? അറിയുമെങ്കിൽ ഞാൻ പറയട്ടെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പോയി അന്വേഷിക്കാം. വെള്ളാപ്പള്ളിയുടെ സംഘത്തിൻ്റെ പേരിൽ ഒരു കഷണം പേപ്പറിൽ ഒരപേക്ഷ കൊടുത്തിട്ടില്ല. ഇവിടെ അധ്യാപകന്മാർ വേദിയിലുണ്ട്, ഈ പരിസരത്തുണ്ട്. ഞാൻ അവരോട് പറയട്ടെ, നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പോ, കോഴ്സ് റദ്ദ് ചെയ്യാണ്. എന്താ കാര്യം അറിയാം? ഞങ്ങൾ പഠിക്കാൻ കുട്ടികളില്ല. പഠിക്കാൻ കുട്ടികളില്ലാതെ കോഴ്സ് റദ്ദ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റി അൺഎയ്ഡഡ് സ്കൂളുകളും കോളേജ് പോലും കൊടുത്തില്ല എന്ന് പറയുന്നത് അസംബന്ധമല്ലേ? നിങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് തല്ലാനും ചാവാനും ഈ രാജ്യത്തിലെ സമൂഹത്തെ വിട്ടുകൊടുക്കാനാണോ ശ്രീനാരായണ ഗുരുദേവൻ ഒരു മഹത്തായ പ്രസ്ഥാനം ഉണ്ടാക്കിയത്? ഈ മലബാറിലെ SNDP മൂവ്മെന്റിന്റെ രാഷ്ട്രീയപരമായ മൂവ്മെന്റിന് വേണ്ടി എന്താണ് വെള്ളാപ്പള്ളി നിങ്ങൾ കഴിഞ്ഞ കാലത്ത് ചെയ്തത് എന്നൊന്ന് പറ. R ശങ്കറിന് ശേഷം ഈ രാജ്യത്തിലെ ഈഴവ സമൂഹത്തിന്റെ പുരോഗതിക്ക് വേണ്ടി വെള്ളാപ്പള്ളിയുടെ മകൻ വിദേശത്ത് പോയി കള്ള കേസ് നടത്തിയാൽ രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ, കള്ള കച്ചവടം നടത്തിയാൽ കൊണ്ടുവരാൻ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചിട്ടുണ്ട്. വെള്ളാപ്പള്ളിയുടെ കള്ള് കച്ചവടം നടത്താൻ, സ്ഥലക്കച്ചവടം നടത്താൻ ഈഴവ സമുദായത്തിന്റെ വോട്ട് ബാങ്കിനെ വെള്ളാപ്പള്ളി ഉപയോഗിച്ചിട്ടുണ്ട്. അതല്ലാതെ ഈഴവ സമൂഹത്തിന്റെ പുരോഗതിക്ക് വേണ്ടി എന്താ വെള്ളാപ്പള്ളി ഈ 10-20-30 കൊല്ലം കൊണ്ട് ചെയ്തത് എന്ന് പറയട്ടെ. അല്ല, കള്ള് കച്ചവടമല്ലാതെ. അതുകൊണ്ട് ഈ അയാൾ എന്നെ പറഞ്ഞു 90 വയസ്സാണ് ഈ പടുകളവൻ. ഈ നാട് കത്തിക്കാൻ വന്നാൽ അങ്ങനെയൊന്നും കത്തിപ്പോകുന്ന നാടല്ല ഇത്. ശ്രീനാരായണ ഗുരുദേവൻ പാടി വളർത്തിയെടുത്ത ഒരു മണ്ണാണ് എന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താനേ ഞാൻ ഈ സമയം ഉപയോഗിക്കുന്നുള്ളൂ. ഇതൊന്നും വെള്ളാപ്പള്ളിയുടെ പരിശ്രമം മാത്രമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇതൊരു പരിശ്രമമാണ്. കേരളത്തിലെ ഇന്ത്യയിലെ അവസാനത്തെ CPMകാരൻ്റെ കച്ചിത്തുരുമ്പാണ് കേരളം എന്ന് പറയുന്നത്. അത് ഇപ്പോൾ കണ്ടില്ലേ, MA ബേബിയാണ് പാർട്ടിയുടെ ഓൾ ഇന്ത്യ സെക്രട്ടറി. വലിയ ഗീർവാണം പറഞ്ഞ ഒരു പാർട്ടിയുടെ അവസാനത്തെ അവസ്ഥ, കേരളം കണ്ട ഏറ്റവും ഒരു ഫൂളിഷ്നെസ്
എന്ന് പറയാവുന്ന ഒരു വിദ്യാഭ്യാസ മന്ത്രിയായ ബേബിയാണ്. അയാളെ കപ്പാസിറ്റി ഒക്കെ നമുക്കറിയാം. അയാളെ പിടിച്ചിട്ടാണ് ഓൾ ഇന്ത്യ സെക്രട്ടറി ആക്കേണ്ടി വന്നത്. പാർട്ടിക്ക് തകരുകയാണ്, ഇല്ലാതാവുകയാണ്. അതുകൊണ്ട് അവസാന ശ്വാസത്തിലും പിടിച്ചു നിൽക്കാൻ കേരളത്തിൽ ഇടതുപക്ഷം CPM കളിക്കുന്ന കളിയിൽ വർഗീയത വരും, വിഭാഗീയത വരും, ജാതീയത വരും, വെള്ളാപ്പള്ളിയെപ്പോലെയും PC ജോർജിനെപ്പോലെയുള്ള കാളകൂട വിഷങ്ങൾ വരും. സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്കാവട്ടെ. അഭിവാദ്യങ്ങൾ. ജയ് ഹിന്ദ്. അടുത്തായി മീറ്റിംഗിൽ സംസാരിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ ജില്ലാ സെക്രട്ടറി CP അസീസ് മാഷ. ആദരവോടെ ക്ഷണിക്കുന്നു. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട VK നാസർ മാസ്റ്റർ, ഈ ഓഫീസ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ച മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഏറെ പ്രിയങ്കരനായ KN ഷാജി സാഹിബ് ഉൾപ്പെടെ പ്രിയപ്പെട്ട നേതാക്കളെ, എടവരാട് പ്രദേശത്തിൻ്റെ മുസ്ലിം ലീഗ് പാർട്ടിയുടെ ചിരകാല അഭിലാഷം, ഒരു കാലത്ത് നമുക്ക് നേതൃപരമായ പങ്കുവഹിച്ച പ്രിയപ്പെട്ട വളാഞ്ചി മൊയ്തു സാഹിബിൻ്റെയും കുന്നത്ത് ഇബ്രാഹിം കുട്ടി സാഹിബിൻ്റെയും നാമധേയത്തിൽ ഒരു മനോഹരമായിട്ടുള്ള മുസ്ലിം ലീഗ് ഓഫീസ് ഇവിടെ നാടിന് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി പ്രിയപ്പെട്ട KN ഷാജി സാഹിബ് സമർപ്പിച്ചിരിക്കുകയാണ്. ഈ ഓഫീസ് ഈ പ്രദേശത്തിൻ്റെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പ്രശ്നപരിഹാരത്തിന് ഉതകുന്ന രീതിയിലുള്ള ഒരു ഓഫീസായി മാറുകയും മുസ്ലിം ലീഗ് പാർട്ടിക്ക് ഈ പ്രദേശത്ത് കൂടുതൽ കരുത്ത് പകരുകയും ചെയ്യുന്ന രീതിയിൽ ആയി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ എടവരാട് പ്രദേശത്തെ പ്രിയപ്പെട്ട മുസ്ലിം ലീഗ് പ്രവർത്തകരോട് അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. ഈ പരിപാടിയുടെ ഭാഗമായി പട്ടർമാൽ ഫെയിം അൻവർ വടകര നയിക്കുന്ന ഇശൽ നൈറ്റ് അരങ്ങേറുന്നതാണ്.